നമ്മൾ എന്തിനാ ഈ മൂവ് ചെയ്യുന്നത്? നമ്മൾ കുട്ടികളോട് വേണം ചോദിക്കാൻ ഇതിനെപ്പറ്റി. സിമ്പിൾ, എക്സ്പ്ലോർ യുവർ വേൾഡ്. എന്റെ ചുറ്റുവട്ടത്തും എന്താണോ ഉള്ളതെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനങ്ങാൻ തുടങ്ങിയത്. മൂവ്മെന്റ് ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും ഒക്കെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. സാധാരണഗതിയിൽ ആൾക്കാർ പറയാറുണ്ട്, ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ പണിയെടുത്തു, അതുകൊണ്ട് ഇന്ന് കൂടുതൽ വേർത്തു, അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ എനിക്ക് ദാഹം തോന്നി. അതല്ലെങ്കിൽ പല രീതിയിൽ ഓരോരുത്തർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. വേദന വേദന എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഇതൊരു സിഗ്നൽ ആണ്. ബട്ട് ഈ ഒരു സിഗ്നൽ വേദനിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു മൂവ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ശരിയായ രീതിയിൽ മൂവ് ചെയ്യാന്നുള്ളത്. എൻഡോഫിൻ എന്ന് പറയുന്നതിന് എൻഡോജീനസ് മോർഫിൻ എന്നാണ് അതിന്റെ അർത്ഥം. മോർഫിൻ പെയിൻ കില്ലർ ആണ്. സാധാരണ വ്യായാമം ഉണ്ടാക്കുന്നത് വേദനയല്ല, വേദനാ സംഭാരികളായിട്ടുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് ടൈപ്പ് 2 ഡയബറ്റീസിന് നല്ലതാണ്. കാരണം മസിൽസിനകത്ത് ഗ്ലൈക്കോജൻ ഉണ്ട്. ഈ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് കൂടുതൽ എനർജി യൂസ് ചെയ്യും. ഓർമ്മ കുറവുള്ള ആൾക്കാർ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹിപ്പോ ക്യാമ്പസിന്റെ ആക്ടിവിറ്റി കൂടും, പുതിയ ന്യൂറോൺസ് ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ ഓർമ്മക്കുറവിനെ ഒരു പരിധിവരെ ഒഴിവാക്കുകയും ചെയ്യും. നമ്മുടെ ബോഡി മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്താൻ വേണ്ടിയിട്ട് റെഡിയാവും. ഇയാൾ പുതിയ റെസല്യൂഷൻ ഒക്കെ എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഇയാളുടെ ശരീരത്തിന് ഇനി കൂടുതൽ ആക്ടിവിറ്റി ആവശ്യമാണ്, അതുകൊണ്ട് ഞാനൊന്ന് റെഡി ആവട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് അത് വരും. നമ്മുടെ ശരീരം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ശ്വാസത്തിൽ കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൂവ്മെന്റിലും കൺട്രോൾ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ മൂവ്മെന്റിൽ കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ മൂവ് ചെയ്യാൻ തോന്നുള്ളൂ, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്താണോ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയ ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ്, ചലനം മരുന്നാണ് എന്നുള്ളതായിരുന്നു. അപ്പൊ ചലനം മരുന്നാണെങ്കിൽ അതിന്റെ ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടി അറിയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഈ ഒരു ടോപ്പിക്ക് കണ്ടിന്യൂഷൻ ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ പറയാം, അതല്ല നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഇത് രണ്ടും, ചലനം എന്നുള്ളത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷത്തെ ഒരു പുതിയ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട പിടിവള്ളിയായിട്ട് പല ആൾക്കാർക്കും പിടിവള്ളി ആവേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴും. കാരണം അങ്ങനെയുള്ള ഒരു ഫാസ്റ്റ് മൂവിങ് ലൈഫിലാണ് നമ്മളുള്ളത്. ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ടുള്ള മൂവ്മെന്റ് അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് മൊത്തം ലോകം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓടുന്നു. പക്ഷെ ആ ഓട്ടം നമ്മുടെ ശരീരം വെച്ചല്ല. പക്ഷെ ശരീരം വെച്ച് അനങ്ങി തുടങ്ങിയാൽ എന്തൊക്കെ നമ്മുടെ ശരീരത്തിന് സംഭവിക്കും, അതുകൊണ്ട് ശരീരത്തിന് എന്തൊക്കെ ഗുണമുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന വിഷയം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ടോപ്പിക്ക് മൂവ്മെന്റ് ഈസ് മെഡിസിൻ എന്നുള്ളതായിരുന്നു. സിറ്റിംഗ് അഥവാ കുറെ നേരം ഇരിക്കുന്നത് നമുക്ക് ഇന്നത്തെ ഒരു പുതിയ പുകവലിയായിട്ട് കൂട്ടാം എന്നുള്ളതുമാണ്. പുകവലി സാധാരണഗതിയിൽ ആരോഗ്യത്തിന് വളരെ ഹാനികരം എന്നാണ് പറയാറ്. എന്നാൽ വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ അത് കുറെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പുതിയ പുകവലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇരുത്തത്തിനായിരുന്നു. അതിൽ തന്നെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആക്റ്റീവ്ലി സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് എങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നത്. 1 മണിക്കൂറോളം വളരെ ഞാൻ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഓടിയിട്ട് വന്നു, പിന്നെയുള്ള 23 മണിക്കൂറും അല്ലെങ്കിൽ വേണ്ട ഒരു 12 മണിക്കൂറും പൂർണ്ണമായിട്ടും ഒറ്റ ഇരുത്തത്തിലാണ് കഴിയുന്നത്. അതൊരു പക്ഷേ ടി വിയുടെ മുന്നിലാവാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുന്നിലാവാം, സംതിങ്. അത് നമ്മുടെ ശരീരത്തിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. അതിനൊരു ഒരു പേര് അല്ലെങ്കിൽ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നതാണ് ആക്റ്റീവ്ലി സെഡൻഡറി ലൈഫ് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന അഡാപ്റ്റേഷൻ എന്നുള്ളത്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മിനിമം എനർജി ഉപയോഗിച്ചിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഇപ്പൊ പോസ്റ്റർ, ഏറ്റവും മിനിമം എനർജി ഉപയോഗിച്ചിട്ട് ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പൊ ശരീരം എനർജി കൺസർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ശരീരം ഒരുപക്ഷെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അങ്ങനെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ദോഷം ഒരുപാടുണ്ട്. അപ്പോ ലിറ്ററലി നമ്മുടെ ബോഡിയുടെ ആ ഷേപ്പ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ മൂവ്മെന്റ് പാറ്റേൺ കൂടി വെച്ചിട്ടാണ്. നമ്മുടെ ജീൻസും നമ്മുടെ ഈ മനുഷ്യനാവാനുള്ള മറ്റ് പല കപ്പാസിറ്റികളും മാത്രം വെച്ചിട്ടല്ല, നമ്മുടെ മൂവ്മെന്റ് കൂടി നമ്മുടെ ബോഡിയെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എല്ലാ മൂവ്മെന്റും എക്സസൈസ് ആയിട്ട് തന്നെ നമ്മൾ കണക്ക് കൂട്ടണം. അതിൽ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ് എന്ന് പറയും, നീറ്റ്. ഈ ഒരു നീറ്റിന്റെ ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ അറിയണം. അതിലും ഒരുപാട് കലോറി ബേൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്ററി സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് പോഷക സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെന്റ് സപ്ലിമെന്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അത് വളരെ കൂടുതൽ ഗുണം ചെയ്യുക. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്.
നമ്മൾ ആ മൂവ്മെന്റിനെ സെലക്ട് ചെയ്യണം. എങ്ങനെയുള്ള മൂവ്മെന്റ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ പറയാം. കാരണം നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഒരു മേ ബി 20-25 വർഷമായിട്ട് നമ്മുടെ മൂവ്മെന്റിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. ഞാൻ 2 കിലോമീറ്റർ നടന്നിട്ടാണ് എൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴ് വീട്ടിന് തൊട്ട് മുമ്പ് മേ ബി 200 മീറ്റർ പോലും നടക്കേണ്ട ആവശ്യമില്ല. അതിനിടയിൽ തന്നെ സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയോ വന്നിട്ട് മോനെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ പൊതുവെ കുട്ടികളുടെ പോലും മൂവ്മെന്റിൽ ഒരുപാട് കുറവ് വന്നപ്പോൾ നമ്മൾ മൂവ്മെന്റ് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ ശരീരം അനക്കണം എന്നുള്ളതിനെ പറ്റി കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള കണ്ടുപിടുത്തത്തിന് പൊതുവെ നമുക്ക് സ്മാർട്ട് ആയിട്ടുള്ള ചില ഗോൾസ് സെറ്റ് ചെയ്യാം. സ്മാർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിലവന്റ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. ഇതാണ് സ്മാർട്ട്. അവിടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ആഴ്ച 3000 സ്റ്റെപ്പ് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകുമ്പോഴേക്ക് എൻ്റെ ഡിജിറ്റൽ വാച്ചിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3000 സ്റ്റെപ്സ് എങ്കിലും ഞാൻ ഇന്ന് മൂവ് ചെയ്യുന്നുണ്ടാവും. ഇത് ജസ്റ്റ് ഒരു വാക്കിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് കൗണ്ടിങ് മെത്തേഡ്. ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു നമ്മുടെ ഈവൻ വയറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ വെയിറ്റിനെ സംബന്ധിച്ചോ കൃത്യമായിട്ട് എത്ര മെഷർ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് പോസിബിൾ ആണ്. അതിന് ചില പെർട്ടിക്കുലർ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലിഫ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും സ്റ്റെപ്പ് കയറിയിട്ട് എൻ്റെ 3-ാമത്തെ 4-ാമത്തെ നിലയിലുള്ള ഓഫീസിലേക്ക് പോകും. അതല്ലെങ്കിൽ ഇപ്പൊ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ പുറത്തു പോകുന്ന സമയത്ത് തിയേറ്റർ ഫിലിം കാണാൻ തിയേറ്ററിൽ പോകുമ്പോൾ തിയേറ്ററിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് ഞാൻ പാർക്ക് ചെയ്യുമ്പോൾ ആ പ്രവേശന കവാടം അല്ലെങ്കിൽ അതിന്റെ ഗേറ്റിന് തൊട്ടടുത്ത് വയ്ക്കുന്നതിന് പകരം കുറച്ച് ദൂരെ വെച്ചിട്ട് ഞാൻ നടന്നു. ഇങ്ങനെയുള്ളതൊക്കെ ശരിക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതാണ് മൂവ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഞാൻ ഡിന്നറിന് ശേഷം ഒരു 30 മിനിറ്റ് നടക്കാൻ പോകും. അത് ഫാസ്റ്റ് വാക്കിംഗ് അല്ല, നോർമൽ വാക്കിംഗ്. ബ്രിസ്ക് വാക്കിങ്ങോ എക്സസൈസോ പാറ്റേൺ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബ്രഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ബാലൻസിങ് എക്സസൈസ്. ഒരു പക്ഷേ ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാലിൽ നിന്നിട്ട് ഒരു 30 സെക്കൻഡ് എങ്കിലും ബ്രഷ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു കസേര പിടിച്ചിട്ട് ഞാൻ ആ ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഞാൻ ഒരു 5 മിനിറ്റ് എങ്കിലും സ്ട്രെച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റിട്ട് വെള്ളം കുടിച്ചിട്ട് വരും. അതുപോലെ തന്നെ യോഗ സെഷനോ അല്ലെങ്കിൽ മറ്റ് പുതിയ വർക്കൗട്ടുകളോ നമുക്ക് പരീക്ഷിക്കാം. ഒരു മാസം കഴിയുമ്പോഴേക്ക് എൻ്റെ ടോട്ടൽ ഒരു ദിവസത്തെ സ്റ്റെപ്പ് കൗണ്ടിങ് 3000-ൽ നിന്ന് 5000-ഉം 7000-ഉം പിന്നെ അത് 10000-ഉം ആവുന്നുണ്ടാവും. ഒരു ദിവസം ആവറേജ് സ്റ്റെപ്പ് കൗണ്ടിങ് 10000 എന്നുള്ള രീതിയിലേക്ക് വരിക. ഇറ്റ്സ് പോസിബിൾ, വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു, 2024 കിലോമീറ്റേഴ്സ് ഇൻ 2024. നല്ലൊരു സെറ്റിംഗ് ചെയ്ത ഗോളല്ലേ 2000. ആ ഗ്രൂപ്പ് തന്നെ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ഗ്രൂപ്പ് ഇപ്പോഴും നമ്മൾ 2025 കിലോമീറ്റർ ഈ വർഷം കംപ്ലീറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു ദിവസം ആവറേജ് എത്ര സ്റ്റെപ്പ് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ വേണ്ടി വരും അല്ലെ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അവിടെ മഴയോ കാറ്റോ വെയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒരുപാടൊന്നും ബാധിക്കില്ല അന്നേരം. അതുപോലെ തന്നെ ഓട്ടം പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ ഒരു 5 കിലോമീറ്റർ തുടർച്ചയായിട്ട് ഓടും. ഇങ്ങനെയുള്ള ചില എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നതാണ്. ഇത് ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇത് കൂടാതെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു 1 മണിക്കൂർ ഞാൻ ജിമ്മിൽ ചെലവഴിക്കുന്നുള്ളത്. ആക്ച്വലി ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ്ങുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയും. മീൻസ് നമുക്ക് എവിടെ വരെ നമുക്ക് നമ്മുടെ ബോഡി ഉപയോഗിക്കാൻ പറ്റും, ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക. അതുപോലെ തന്നെ മൊബിലിറ്റി, നമ്മൾ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കുക. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു വെയിറ്റ് എടുത്തിട്ട് മൂവ് ചെയ്യുന്നതിനാണ് സ്റ്റെബിലിറ്റി വേണ്ടി വരിക. സാധാരണ മൂവ് ചെയ്യുന്നതിന് സ്റ്റെബിലിറ്റി വേണ്ട, അല്ലെങ്കിൽ കിടക്കുന്നതിന് സ്റ്റെബിലിറ്റി അല്ലെ. ഉരുണ്ടു പോകുന്ന ഒരാൾക്ക് സ്റ്റെബിലിറ്റിയുടെ കൂടുതൽ ആവശ്യമില്ല. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് നമ്മുടെ കാലിന് കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നേരം നടക്കുമ്പോഴാണ് സ്റ്റെബിലിറ്റി മിസ് ആവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റും സ്റ്റെബിലിറ്റിയും തമ്മിൽ വളരെ ബന്ധിച്ചിട്ടാണുള്ളത്. ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് ആവരുത്, ബോഡി സ്റ്റിഫ്നെസ് ആവരുത്. അവിടെ ഈ സ്റ്റിഫ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡിയെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നില്ലേ, നമ്മൾ വാക്ക്മാനിൽ അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും പാട്ട് കേട്ടുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ ഒരുപാട് അവെയർ ആയിരിക്കില്ല. അവെയർനെസ് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് സ്റ്റിഫ്നെസ്, ബോഡിയുടെ സ്റ്റിഫ്നെസ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അറിയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ്, അലൈൻമെന്റ് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ബാലൻസും കോർഡിനേഷനും ഒക്കെ ഇതിനകത്ത് നമുക്ക് വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരു പോസിബിലിറ്റി തരുന്നുണ്ടാവും. അങ്ങനെ ഒരു കോർഡിനേഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, സോ
ബ്രീത്തിങ്ങും റിലാക്സേഷനും എന്നുള്ളതിന് ഒന്നുകൂടി ഞാൻ കൂടുതലായിട്ട് പറയാം. നമ്മൾ സാധാരണ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴോ ഒരു മൂവ്മെന്റ് ചെയ്യുന്ന സമയത്തോ നമ്മൾ ബ്രീത്ത് ചെയ്യാണ് ചെയ്യുന്നത്, അല്ല അത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ശ്വാസം എടുക്കുകയാണ് ചെയ്യുന്നത്. നോർമലി ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ അലോ ചെയ്യാന്ന് പറയും, മീൻസ് ശ്വാസം എടുക്കാൻ നമ്മൾ അനുവദിക്കുക, അല്ലാതെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബ്രീത്തിന്, നമ്മുടെ ശ്വാസത്തിൽ കൺട്രോൾ ഒന്നും ഇല്ല. അങ്ങനെ ശ്വാസത്തിൽ കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൂവ്മെന്റിലും കൺട്രോൾ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ മൂവ്മെന്റിൽ കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ മൂവ് ചെയ്യാൻ തോന്നുള്ളൂ, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്താണോ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. അങ്ങനെയല്ല. അപ്പൊ ബ്രീത്തിങ് റിലാക്സേഷൻ ടെക്നിക്കുകൾ തീർച്ചയായിട്ടും നമ്മുടെ നോർമൽ മൂവ്മെന്റിന് വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബ്രീത്ത് അല്ലെങ്കിൽ ശ്വാസം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു മെത്തേഡുമാണ്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഗുണമുണ്ട്. ഓക്കെ, സോ നമുക്ക് ആ ഫിസിക്കൽ ഫിറ്റ്നസിലേക്ക് തന്നെ ഒന്നുകൂടി പോകാം. ഫിസിക്കൽ ഫിറ്റ്നസിന്റെ എന്തൊക്കെ രീതിയിലുള്ള എക്സസൈസ് പാറ്റേണുകളാണുള്ളത്? ഒന്ന് കാർഡിയോ അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാമിംഗ് അപ്പും അതുപോലെ തന്നെ നമ്മുടെ കാർഡിയോ എൻഡുറൻസ്, മീൻസ് അത് ചെയ്യാനുള്ള, കൂടുതൽ നേരം ചെയ്യാനുള്ള, ടയേർഡ് ആവാതെ ഫാറ്റിക് ആവാതെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു കാർഡിയോ വാസ്കുലർ എൻഡുറൻസും ഫിറ്റ്നസും നമുക്ക് തരുമ്പോൾ നമ്മുടെ ഹൃദയം, ശ്വാസകോശം ഒക്കെ ഓക്സിജനും മറ്റു ഫ്യൂവലും, കൂടുതൽ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ ഫാറ്റ് ബോഡീസ് ഒക്കെ, കീറ്റോൺ ബോഡീസ് ഒക്കെ, ഇത് നമ്മുടെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കാനുള്ള പ്രവൃത്തി വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇത് ഒബിസിറ്റിയും ഹേർട്ട് റിലേറ്റഡ് ഇഷ്യൂസും അതുപോലെ ഡയബറ്റീസ് റിലേറ്റഡ് ഇഷ്യൂസും ഉള്ളവർക്ക് വളരെ കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു എക്സസൈസ് പാറ്റേൺ ആണ് ഇത്, കാർഡിയോ ആൻഡ് എയറോബിക് എക്സസൈസ്. ഇതിന് പല മെത്തേഡുകളുണ്ട്, അതിന്റെ ഡെപ്തിലേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല. ജസ്റ്റ് അത് സൂചിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 1 മണിക്കൂർ വർക്കൗട്ട് പല രീതിയിലുള്ള എക്സസൈസുകൾ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. ജിമ്മിൽ പോയി 1 മണിക്കൂർ എങ്ങനെയും ചെലവഴിച്ചത് കൊണ്ട് നമ്മുടെ ഒരു ദിവസത്തെ വ്യായാമത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തെ നമ്മുടെ മൂവ്മെന്റിന് മുഴുവൻ അത് പകരാവാത്തതിന്റെ ചില കാരണങ്ങളും കൂടിയാണിത്. ഓക്കെ, സ്ട്രെങ്ത് ട്രെയിനിങ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വെയിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ടൊക്കെയാണ്. പക്ഷെ ഇത് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടോ? പണ്ട് നമ്മുടെ ശീലം എന്താ? കാട്ടിൽ പോയിട്ട് വിറക് കൊണ്ടുവരുന്നതായാലും ശരി, മാർക്കറ്റിൽ പോയിട്ട് അരി കൊണ്ടുവരുന്നതായാലും ശരി, നമ്മുടെ തലച്ചുമടായിട്ടോ അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടോ ഒക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, അല്ലെ? ഇപ്പോഴെങ്ങനെയാത്? അങ്ങനെ ഒരു ക്യാരിയിങ് പോസിബിലിറ്റി ഇല്ലാതെ ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത്. നമ്മൾ കൂടുതൽ വെയിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഭാരം എടുത്തിട്ട് നടക്കുന്ന രീതി പൂർണ്ണമായിട്ടും ഒഴിവാക്കി. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ അത് നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത്തും കൊടുക്കും, എൻഡുറൻസും കൊടുക്കും. ഈ എൻഡുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫാറ്റിക് ആവാതെ മസിൽസിന് കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ പറ്റും. ഇത് ടൈപ്പ് 2 ഡയബറ്റീസിന് നല്ലതാണ്. കാരണം മസിൽസിനകത്ത് ഗ്ലൈക്കോജൻ ഉണ്ട്. ഈ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് കൂടുതൽ എനർജി യൂസ് ചെയ്യും. ഈ റെസിസ്റ്റൻസ് ട്രെയിനിങ് പൊതുവെ പതിയെ ചെയ്യുന്ന, എന്നാൽ അതിന് എന്താ പെട്ടെന്ന് വെയിറ്റ് എടുത്ത് പൊക്കുക എന്നുള്ള ഇതിന് പകരം വളരെ സ്ലോ ആയിട്ട് പൊക്കിയിട്ട് വളരെ സ്ലോ ആയിട്ട് താഴ്ത്തുമ്പോഴാണ് അതിന് മസിലിന് വേണ്ട രീതിയിലുള്ള ഒരു ടോണിങ്ങും അതുപോലെ തന്നെ വർക്കും കിട്ടുക. ഓക്കെ, മൂന്നാമത്തെ ഒരു പാറ്റേൺ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ സ്ട്രെച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതെന്താ ചെയ്യുന്നത്? പൊതുവെ മസിൽസിനെ ടോൺ ചെയ്യും, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജോയിന്റുകൾക്ക് ഒരു മൂവ്മെന്റിന്റെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ റേഞ്ച് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് മൂവ്മെന്റ് എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നമ്മുടെ മസിൽസും സ്കെലിറ്റൻ അല്ലെങ്കിൽ ബോണും ആയിട്ടുള്ള സ്ട്രെങ്ത്, അതിന്റെ ഒരു കോമ്പിനേഷൻ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതിനകത്ത് മറ്റു പല സാധനങ്ങളും ടെൻഡൻസും ലിഗമെന്റ്സും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഇത് എഫക്റ്റീവ്നെസ് കൂടുന്നുണ്ടാവും. ബാലൻസ് ട്രെയിനിങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 30 സെക്കൻഡ് എങ്കിലും പല്ല് തേക്കുന്ന സമയത്ത് ഞാൻ ഒരു കാലിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കണ്ണടച്ചിട്ട് ബാലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കണ്ണ് തുറന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമാണ്. അപ്പൊ സാധാരണ നമ്മൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? ബാലൻസ് ട്രെയിനിങ് കണ്ണ് തുറന്നിട്ട് തന്നെ തുടങ്ങാം. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ 5 സെക്കൻഡ് എങ്കിലും കണ്ണടച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ആ ബാലൻസ്, നമ്മുടെ ബോഡിയുടെ ബാലൻസ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്യുപ്മെന്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ മറ്റേ ഈവൻ ചെയർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്യാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഏജിങ് റിലേറ്റഡ്. ഓക്കെ, സോ എന്താണ് നമ്മുടെ ശരീരത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? മൂവ്മെന്റ് ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും ഒക്കെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ പണിയെടുത്തു, അതുകൊണ്ട് ഇന്ന് കൂടുതൽ വേർത്തു, അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ എനിക്ക് ദാഹം തോന്നി, അതല്ലെങ്കിൽ പല രീതിയിൽ ഓരോരുത്തർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും.
ടോട്ടലി സംഭവിക്കുന്നത് എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, നമ്മുടെ ബ്രെയിനും മസിൽസും ഒക്കെ കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, ഊർജ്ജസ്വലമാവുന്നു. ആൻഡ് ഈവൻ ചില ആൾക്കാർക്ക് ആ ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ എക്സസൈസോ ചെയ്യുന്ന സമയത്ത് ഈവൻ സംസാരിക്കുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാറുണ്ട് അല്ലെ? ഇതിന്റെ ഒന്നിച്ച് സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അതാണ് പെയിൻ അല്ലെങ്കിൽ വേദന. വേദന എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ശരീരം അനങ്ങാതെ ഇരുന്നിട്ട് പിന്നെ പുതുതായിട്ട് അനക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. പല ആൾക്കാർക്കും ഇതൊരു സിഗ്നൽ ആണ്. ബട്ട് ഈ ഒരു സിഗ്നൽ വേദനിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു മൂവ്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ശരിയായ രീതിയിൽ മൂവ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെയിനിനെ ഫ്രണ്ട് ആയിട്ട് വേണം കാണാൻ. അതൊരു എനിമിയല്ല, ശത്രുവല്ല. ഇത് സാധാരണ പെയിൻ വരുന്നത് പല രീതിയിൽ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന് മസിൽ ഫൈബേഴ്സും അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ ചെറുതായിട്ട് മൈനർ ടിയേഴ്സ് വരുന്നുണ്ടാവും. ഈ ടിയറിങ്ങും അതുപോലെ തന്നെ നമുക്ക് ശരിക്കും അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ശരിയായ രീതിയിൽ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പോഴാണ് മസിൽ ബിൽഡപ്പ് ആവുക അല്ലെങ്കിൽ പുതിയ മസിൽസ് സെല്ല് ഉണ്ടാവുന്നതൊക്കെ. രണ്ടാമത്തെ രീതിയിലുള്ള ഒരു പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റ് ശരിയായ പാറ്റേൺ അല്ലെങ്കിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടുവേദന അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ, ഇങ്ങനെയുള്ള രീതിയിൽ നടുവിന് വേദന, ഇങ്ങനെയുള്ളതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞ സമയത്ത് നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാൻ നോക്കുമ്പോൾ അവിടെ മസിൽസും എല്ലുകളും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണോ വേദന അതല്ല ശരിയായ കാരണം. ഷോൾഡർ പെയിനോ അല്ലെങ്കിൽ ഈവൻ മുട്ടിന്റെ വേദന ഒരുപക്ഷെ ഹിപ്പോ ആയിട്ടുള്ള നമ്മുടെ കണക്ഷൻ ശരിയാവാത്തതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ആംഗിൾ ട്വിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. മീൻസ് ശരിയായ വേദന എടുക്കുന്ന പോർഷൻ തന്നെ ആയിരിക്കണം എന്നില്ല വേദനയുടെ ഉത്തരവാദിത്തം ആയിരിക്കുന്ന സ്ഥലം. അവിടെ വേറെ എന്ത് ഇഷ്യൂസ് ഉണ്ടാവാം, അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം മൂവ്മെന്റ് പാറ്റേൺ കറക്റ്റ് ചെയ്യാൻ. ഓക്കെ. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ചെയ്യാൻ നോക്കുന്ന സമയത്ത്, ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റിയിലേക്ക് മാത്രം പോകും, ക്വാളിറ്റി ഓഫ് മൂവ്മെന്റ് നമ്മൾ മറന്നുപോകും. ഉദാഹരണത്തിന് ഒരു സാധാരണഗതിയിൽ 10 പുഷപ്പ് മാത്രം എടുക്കുന്ന ഒരാള്, ഞാനത് എളുപ്പത്തിൽ പറയാനാണ് ഇങ്ങനെ പറയാം, 10 പുഷപ്പ് മാത്രം എടുക്കുന്ന ഒരാള് 20 25 പുഷപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാലഞ്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് അത് സ്വീകരിച്ച് അടുത്ത 25 ദിവസം 25 പുഷപ്പ് വീതം എടുക്കാൻ അയാൾ തീരുമാനിക്കുകയാണ്. അയാൾ എങ്ങനെയെങ്കിലും ആദ്യത്തെ 2-3 ദിവസം അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അവിടെ ആ ആക്ച്വൽ പുഷപ്പ് 10 പുഷപ്പ് എടുക്കുന്നത് വരെ അയാൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് പുഷപ്പ് അവസാനത്തെ ഒരു 5 എണ്ണത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അത് പക്ഷെ പോകെ പോകെ അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുമായിരിക്കും, ഉറപ്പൊന്നുമില്ല. കാരണം അയാൾ ആ ഭക്ഷണം അതുപോലെ വിശ്രമം പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ നമ്മൾ എടുക്കുന്ന ചലഞ്ച് സ്മാർട്ട് ആയിരിക്കണം, നമുക്ക് അച്ചീവബിൾ ആയിരിക്കണം. ഓക്കെ, ഇതും പെയിനുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. സോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അകത്ത് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് പോകാം. സാധാരണഗതിയിൽ ഏറ്റവും ആദ്യം എഫക്റ്റ് നടക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനാണ്, നമ്മുടെ തലച്ചോർ. തലച്ചോറിനകത്ത് പലതരത്തിലുള്ള ഈവൻ ഊർജ്ജസ്വലമാവുന്ന ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? അത് പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തു വരുന്നുണ്ട്. ഈ സെക്രീഷൻ ആവുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് വളരെ കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും. അത് ബ്ലഡിലൂടെ എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യും. ഓക്കെ, അതിന്റെ ഒന്നിച്ച് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനകത്തുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇതിനകത്തുള്ള ന്യൂറോ സെൽസ്, നെർവ് സെൽസ് തിരിച്ച് റീജുവനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും പുതിയത് അവിടെ ഉണ്ടാവാൻ ഹെൽപ്പുള്ളവയാണ്. ഹിപ്പോ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ബ്രെയിനിൽ വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. ആ ഒരു ഭാഗമാണ് മെമ്മറി, നമ്മുടെ ഓർമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓർമ്മ കുറവുള്ള ആൾക്കാർ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹിപ്പോ ക്യാമ്പസിന്റെ ആക്ടിവിറ്റി കൂടും, അതുപോലെ തന്നെ പുതിയ നെർവ്സ് ഉണ്ടാവുകയും ചെയ്യും, പുതിയ ന്യൂറോൺസ് ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ ഓർമ്മക്കുറവിനെ ഒരു പരിധിവരെ ഒഴിവാക്കുകയും ചെയ്യും. അൽഷമേഴ്സ്, ഡെമൻഷ്യ പോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് കോമൺ ആവുന്നതിന്റെ ഒരു കാരണം കൂടി മനസ്സിലായല്ലോ. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഹേർട്ട് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം, ഇത് വളരെ കൂടുതലായിട്ട് എഫക്റ്റീവ് ആവും. അത് BP നോർമലൈസ് ചെയ്യും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കുന്നുണ്ടാവും, നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി. അതിന്റെ വർക്കിംഗ് പ്രോപ്പർ ആവും. അതുപോലെ തന്നെ ലങ്സ്, നമ്മുടെ ശ്വാസം, നമ്മൾ ഓക്സിജൻ അല്ലെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിന്റെ അളവ് കൂടും അല്ലെ? ഈ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടും, അതിന്റെ ഫംഗ്ഷൻ വളരെ ബെറ്റർ ആവും. ഈവൻ ചില വ്യായാമ മുറകളിൽ 15 ടൈംസ് വരെ നമ്മുടെ എയർ ഇൻടേക്ക് കൂടും. അപ്പൊ അത് നമ്മുടെ ഡയഫ്രത്തിന്റെ അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെയുള്ള മസിൽസിനെ കൂടുതൽ
ബെറ്റർ ആക്കുന്നുണ്ടാവും. ഇത് ജസ്റ്റ് ഒരു വെറുതെ അങ്ങ് പ്രവർത്തിക്കുന്നതല്ലല്ലോ, പല മസിലുകളും കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, മറ്റൊന്ന് സ്കിന്നാണ്. നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളുള്ള സ്ഥലം സ്കിന്നാണ്. ഒരു മണിക്കൂറിൽ 1 ലിറ്ററിലും മുകളിൽ വിയർപ്പ് പുറപ്പെടുവിക്കാൻ കഴിയുന്നവയാണ് നമ്മുടെ ശ്വേതഗ്രന്ഥികൾ. അപ്പൊ ഇത്രയും വിയർപ്പ് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന്റെ ടോട്ടൽ ടൈറ്റ്നെസ്സും അതുപോലെ തന്നെ അതിന്റെ ബ്യൂട്ടിയും ബെറ്റർ ആവുകയാണ് ചെയ്യുക. വ്യായാമം ചെയ്യുന്ന ആൾക്കാരുടെ ആക്ച്വൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഹാൻഡ്സംനെസ്സും കുറച്ചുകൂടി ബെറ്റർ ആവുകയാണ് ചെയ്യുക. ഓക്കെ, എല്ലുകൾ വളരെ അത്യാവശ്യമുള്ള ഒരു പോർഷനാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൂടുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ്, ചെറിയ പിള്ളേരോട് പറയും. പക്ഷേ നമ്മുടെ മൂവ്മെന്റിനനുസരിച്ചിട്ട് നമ്മുടെ എല്ലുകളും മസിലുകളും കൂടുതൽ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് എല്ലുകൾക്കുള്ളിൽ ഉള്ള ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ അവിടെ മിനറലൈസേഷൻ നടക്കും. ഇതൊക്കെ ഒരു സിംഗിൾ ഡേയിൽ നടക്കുന്നതല്ല, ഞാൻ അതിലേക്ക് വരാം. ബട്ട് ഇതൊരു എല്ലുകളുടെ ആരോഗ്യത്തിനും മസിലും എല്ലും തമ്മിലുള്ള ഒരു കണക്ഷനും ജോയിന്റ്സിനും ഒക്കെ വളരെ എഫക്റ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഡൈജഷൻ തീർച്ചയായിട്ടും ബെറ്റർ ആവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ അനങ്ങാതിരുന്ന് അല്ലെങ്കിൽ വെറും ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു ശരീരത്തിൽ അവരുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും. ബെഡ് റിഡൻ പേഷ്യൻസിനൊക്കെ ഇതൊരു പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു എഫക്റ്റീവ്നെസ് കിട്ടും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈവൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ വളരെ ബെറ്റർ ആവുന്നുണ്ടാവും. ഇമ്മ്യൂൺ സിസ്റ്റം ബെറ്റർ ആവുന്നുണ്ടാവും. കാരണം എന്താ, ബ്ലഡിന്റെ എഫക്റ്റീവ്നെസ് കൂടുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള ഹോർമോണുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ഒരു ഹോർമോൺ ബാലൻസ് കൊണ്ടുവരും. അത് ഇൻസുലിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗ്രലിൻ, ലെപ്റ്റിൻ പോലെയുള്ളവയായിക്കോട്ടെ, ഈവൻ TSH പോലെയുള്ള ഹോർമോൺ, T3, T4, TSH പോലെയുള്ള ഹോർമോണുകളായിക്കോട്ടെ, ഈവൻ ഈസ്ട്രജനോ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോണോ പോലെയുള്ള ഹോർമോണുകൾ, ഇതിന്റെയൊക്കെ ഒരു ബാലൻസ് വരുമ്പോൾ തന്നെ ശരീരത്തിന്റെ ഫംഗ്ഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ടാവും. സോ ആഫ്റ്റർ ഓൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു BMI ചാർട്ടിൽ ബോഡി മാസ് ഇൻഡെക്സ് മാത്രം നോക്കിയിട്ട് തീരുമാനിക്കേണ്ട ഒന്നല്ല. നമ്മുടെ ശരീരത്തിൽ ബോഡി കമ്പോസിഷൻ, എത്ര മസിൽ ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, എത്ര വെള്ളമുണ്ട്, എത്ര എല്ലുകളുടെ വെയിറ്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഡെക്സാ സ്കാൻ പോലെയുള്ള പല ടെസ്റ്റുകളും ഉണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ബോഡി കമ്പോസിഷൻ ആസ് എ ഹോൾ ബെറ്റർ ആവുന്നുണ്ടാവും. സോ കൂടുതൽ കാലം നമ്മൾ നമ്മുടെ ചലനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും? ഫസ്റ്റ് ഡേ തന്നെയുള്ള എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസമാണ്. അതില് നമുക്ക് ഒരു മൊത്തത്തിലൊരു എനർജി തോന്നും. ഈ എനർജി തോന്നുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ ഈവൻ നമ്മൾ കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നുമോ, ഇന്ന് വളരെ നന്നായിട്ടുണ്ടല്ലോ, ഞാൻ കുറച്ച് നല്ലോണം പണിയെടുത്തല്ലോ, എനിക്ക് ഇത്രയെല്ലാം പറ്റുമല്ലോ, അല്ലെ? അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരുമ്പോൾ അതിൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഈവൻ ബ്ലഡ് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, സോ നമ്മുടെ ബോഡി മൊത്തത്തില് ഒരു അഴിച്ചുപണി നടത്താൻ വേണ്ടിയിട്ട് റെഡിയാവും. അഴിച്ചുപണി എന്ന് ഉദ്ദേശിക്കുന്നത് ഇയാള് പുതിയ റെസൊല്യൂഷൻ ഒക്കെ എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഇയാളുടെ ശരീരത്തിന് ഇനി കൂടുതൽ ആക്ടിവിറ്റി ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് റെഡി ആവട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് അത് വരും. ഒരാഴ്ചയോളം നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി പാറ്റേണിൽ അല്ലെങ്കിൽ മൂവ്മെന്റ് പാറ്റേണിൽ നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുകൾക്കാണ്. എല്ലാ കോശങ്ങളിലും പവർ ഹൗസ് മൈറ്റോകോൺട്രിയാണ്. ഈ മൈറ്റോകോൺട്രിയ കൂടുതൽ എനർജി ഉപയോഗിക്കാൻ തുടങ്ങും. കൂടുതൽ എനർജി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ആരോഗ്യം കൂടും. എനർജി ഉപയോഗിക്കാതെ നിൽക്കുമ്പോഴാണ് ആക്ച്വലി നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലാവുന്നത്. എനർജി ഉപയോഗിക്കുമ്പോൾ അവിടെ നല്ലതായി മാറും. ഒരു മാസത്തോളം നമ്മൾ എക്സസൈസ് അല്ലെങ്കിൽ ഈ മൂവ്മെന്റ് പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ചില ബെനിഫിറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മസിൽസിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. മസിൽ ഇമ്പ്രൂവ് ആവും അല്ലെങ്കിൽ കാണാൻ വലുതാവും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇവിടെ മസിൽസിൽ അത് അറിയാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആവും. ഈവൻ നമ്മുടെ ശരീരം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും കൂടുതൽ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. BMR അല്ലെങ്കിൽ RMR, റെസ്റ്റിംഗ് മെറ്റബോളിസം എന്ന് പറയും, അത് കൂടുതലാവും. അതുപോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിലത്തെ പല ജോലികളും വളരെ എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ടാവും. പുതിയ എന്തെങ്കിലും ഒരു ജോലി നോക്കിയാലോ എന്ന് പോലും ചിലപ്പോൾ തോന്നാം. ആഫ്റ്റർ 6 months, 6 മാസത്തോളം നമ്മൾ ഈ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴും മസിൽസ് നമുക്ക് ഫീൽ ചെയ്യാനല്ല, കാണാൻ പറ്റും. ഹേർട്ടിന്റെ എഫക്റ്റീവ്നെസ് വളരെ ബെറ്റർ ആവുന്നുണ്ടാവും. മൊത്തത്തിൽ നമ്മുടെ ശരീരം എനർജറ്റിക് ആയിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ 1 വർഷത്തോളം ഈ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോൺ ഹെൽത്ത് വളരെ ബെറ്റർ ആവുക. ആൻഡ് മോർ ഓവർ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇത് നമ്മുടെ ഒരു ശീലമായി. നമ്മൾ ഇനിയിപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില പാറ്റേണിലേക്ക് അത് പോകുന്നുണ്ടാവും. അതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്? ഓക്കെ, സോ ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള കെമിക്കൽസും, ഞാൻ നേരത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു, പലതരത്തിലുള്ള കെമിക്കൽസും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഈ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് ഡോപ്പമൈൻ. ഡോപ്പമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവാർഡ് കെമിക്കലാണ്. നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് നമുക്ക് സെൽഫ് കെയർ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഓക്കെ അത് ആ ഒരു ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമൈൻ. സെറോട്ടോണിൻ എന്ന് പറയുന്നത് മൂഡ് സ്റ്റെബിലൈസർ ആണ്. ഈ മൂഡ് സ്റ്റെബിലൈസർ പല കാര്യത്തിലും നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഈവൻ സൂര്യപ്രകാശം പോലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ ഡീപ് ബ്രീത്തിങ്ങും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോഴും ഇത് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള മൂവ്മെന്റും സെറോട്ടോണിന്റെ പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്നുണ്ട്. ഇതിനൊക്കെ ചില പ്രോട്ടീൻ കോമ്പിനേഷൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എനിവേ ആ ഭക്ഷണത്തിന്റെ പാർട്ട് അവിടെ നിൽക്കട്ടെ. ഭക്ഷണവും വിശ്രമവും വ്യായാമവും വളരെ ഇന്റർലിങ്ക് ആണ്. നമ്മുടെ മൂവ്മെന്റും നമ്മുടെ വിശ്രമവും വളരെ ഇന്റർലിങ്ക് ആയിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് ലവ് ഹോർമോൺ എന്ന് പറയാം. നമ്മളെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് നമ്മൾ അടുത്തിടപഴകുമ്പോൾ ഉണ്ടാവുന്നതാണ്. സോ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മൂവ്മെന്റ്സ്, ബോഡി മൂവ്മെന്റ്സ് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം ഒരുമിച്ച് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ എൻഡോഫിൻസ് അല്ലെങ്കിൽ പെയിൻ കില്ലർ എന്ന് പറയാം. എൻഡോഫിൻ എന്ന് പറയുന്നതിന് എൻഡോജീനസ് മോർഫിൻ എന്നാണ് അതിന്റെ അർത്ഥം. മോർഫിൻ പെയിൻ കില്ലർ ആണ് സാധാരണ പേര്. സോ അങ്ങനെയുള്ള പെയിൻ കില്ലർ നമുക്ക് വ്യായാമം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പെയിൻ അല്ല വ്യായാമം ഉണ്ടാക്കുന്നത്, വേദനയല്ല, വേദന സംഹാരികളായിട്ടുള്ള ചില ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ചില യൂസ്ഫുൾ ടിപ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് അനങ്ങാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു നന്ദി നമുക്ക് നമ്മുടെ ശരീരത്തിനോട് വേണം. ആൻഡ് നമുക്ക് എന്താണോ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അത് വെച്ച് വേണം നമ്മൾ തുടങ്ങാൻ. ചെറിയ ചെറിയ സ്റ്റെപ്സ്, ചെറിയ ചെറിയ മൂവ്മെന്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്ര സിംപ്ലിഫൈ ചെയ്തിട്ട് കൊണ്ടുപോകാം. ആൻഡ് ഇതിന്റെ ഒക്കെ റിസൾട്ട് ഓരോ പേഴ്സൺ, ഞാനിവിടെ പലതും ഒരു മാസം ഒരു ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയെങ്കിലും ഇതൊക്കെ ഒരു പേഴ്സൺ ടു മറ്റൊരു പേഴ്സൺ വ്യത്യാസപ്പെടാം. അയാളുടെ ആരോഗ്യം ഇപ്പോഴുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് മാറാം. എല്ലാ മസിൽസിനും മെമ്മറി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഓട്ടോമേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എനർജി സേവ് ചെയ്യാൻ നോക്കും. സോ അങ്ങനെ ഒരു ഓട്ടോമേഷനിലേക്ക് പോവാതെ നമ്മൾ സ്വന്തമായിട്ട് ചില വ്യത്യസ്ത രീതിയിൽ ചെയ്യാം. ഇന്നലെ വരെ ഞാൻ നടന്നുകൊണ്ടിരുന്ന വഴി അതാണ്, 1 കിലോമീറ്റർ നടക്കാതെ ഇന്ന് ഇപ്പുറത്തേക്കൂടെ പോയി നോക്കും, അല്ലെ? ഫ്രം ടു മാറ്റം അവിടെ. അതുപോലെ തന്നെ ഇന്നലെ വരെ നമ്മൾ ചെയ്തതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോകാൻ പറ്റുന്നു, റേസ് ദ ബാർ. ഇതും വളരെ കൂടുതൽ ബെനിഫിറ്റ് ആണ്. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ചില ടിപ്സ് ആണ്. ആക്ച്വലി നമ്മൾ എന്തിനാ ഈ മൂവ് ചെയ്യുന്നത്? നമ്മൾ കുട്ടികളോട് വേണം ചോദിക്കാൻ ഇതിനെപ്പറ്റി. നമുക്ക് മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഈ ചെറിയ കുട്ടി എഴഞ്ഞിട്ടായാലും കമിഴ്ന്നിട്ടായാലും മുന്നോട്ട് പോകുമ്പോൾ അത് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഞാൻ എന്തിനാ മുന്നോട്ട് പോകുന്നത്? സിമ്പിൾ, എക്സ്പ്ലോർ യുവർ വേൾഡ്. എന്റെ ചുറ്റുവട്ടത്തും എന്താണോ ഉള്ളതെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ അനങ്ങി തുടങ്ങുമ്പോൾ അതിന്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആ ചലനം പിന്നീട് നമ്മൾ എപ്പോഴോ നിർത്തി തുടങ്ങി. നമ്മൾ ആ എക്സ്പ്ലോറിങ് വിട്ടു തുടങ്ങി. ഇന്നിപ്പം പല ഇൻസ്റ്റാഗ്രാമിലും ചില ആൾക്കാരൊക്കെ ആ രീതിയിലുള്ള എക്സ്പ്ലോറിങ് നടത്തുന്നുണ്ട്. ബട്ട് എല്ലാവർക്കും സ്വന്തം വീടിന്റെ എല്ലാ മുക്കും മൂലയും അറിയുന്നത് എത്ര പേരുണ്ട്? അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടില്ല. പണ്ട് പ്രകൃതിയിൽ നമ്മൾ അനങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, അവിടെ പ്രാക്ടീസോ നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡോ അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വി ഡു വാട്ട് എവർ വി ലൈക്ക്. നമ്മൾ അതിൽ നിന്ന് സന്തോഷം ഉണ്ടാവുമായിരുന്നു. ദ ഗോൾ ഓഫ് എവറി മൂവ്മെന്റ് ഈസ് ഹാപ്പിനെസ്. പണ്ടും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ ആവണം. ഓക്കെ, സോ കുട്ടികളെ സംബന്ധിച്ച് മൂവ്മെന്റ് അല്ലെങ്കിൽ ബോഡി മൂവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റുമായിട്ട് വളരെ കൂടുതൽ കണക്റ്റഡ് ആണ്. അത് ഈ എക്സ്പ്ലോറേഷൻ എന്നുള്ള ഒരു മെത്തേഡ് കൊണ്ട് കൂടി ആയിരിക്കാം. അങ്ങനെയാണെങ്കിലും അത് വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രായം കൂടിയ കുട്ടികളാകുമ്പോൾ, പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ അവരുടെയും വ്യായാമം ശരിക്കും അവരുടെ ബ്രെയിൻ സെൽസിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ മൂവ് യുവർ ബോഡി ആൻഡ് ഗ്രോ യുവർ ബ്രെയിൻ. വലിയ ആൾക്കാരെ സംബന്ധിച്ച് മൂവ്മെന്റ് ഈസ് മെഡിസിൻ. താങ്ക് യു സോ മച്ച്.